കടാത്തി ഷാജിയുടെ ഭയം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും മരണാനന്തരം എന്ന കഥ മരണാനന്തരം. പെൻഷൻ ദിവസം ഭാര്യ സന്തോഷത്തിലാണ്. നേരത്തെ ഉണരും, ചായ തരും, കുളിക്കാൻ ചൂടുവെള്ളം തരും, ചെമ്പരത്തി താളി തരും, ദോശയും സാമ്പാറും തരും. വൈകിട്ട് പെൻഷൻ പണം കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ പത്തര മാറ്റി ചിരിയും തരും. പിറ്റേന്ന് തൊട്ട് ചിരിയുടെ മാറ്റ് കുറഞ്ഞു തുടങ്ങും. പണം തീരുന്നതോടെ സന്തോഷവും മങ്ങും. ഇന്നും അങ്ങേയറ്റം സന്തോഷത്തോടെ ഭാര്യ പറഞ്ഞു, പെൻഷൻ വാങ്ങി നേരത്തെ വരണം. മൂത്ത മോള് വയസ്സറിയിച്ചു. നാളെ 4-ാം കുളിയാണ്. ഇന്ന് തന്നെ പോകണം. ഓരോന്നും ഓർത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ തലയൊന്ന് കറങ്ങി. ഓർമ്മ അത്രമാത്രം. നെഞ്ചിനുള്ളിൽ നിന്നും ഒരു പക്ഷി പുറത്തേക്ക് വന്ന് ചുറ്റും പറന്നു നടന്നു. 3 മക്കളും കരയുന്നുണ്ട്. അവരുടെ ഭാര്യമാരും കരയുന്നുണ്ട്. പൊടുന്നനെ ഒരു യുവാവ് കടന്നു വന്നു. പരിചയം തോന്നുന്നില്ല. ആരാണയാൾ? പക്ഷി ചിന്തിച്ചു. മക്കളും ഭാര്യയും അയാളോട് എന്തോ പറയുന്നു. ചർച്ച നടത്തുന്നു. ഒരു രഹസ്യ സംഭാഷണം. കിളി ഒപ്പം നിന്നു. പറഞ്ഞതിൽ 1 പൈസ കുറയില്ല. അയാൾ തർക്കിച്ചില്ല. 1,00,000 രൂപ ഭാര്യയുടെ കൈവശം കൊടുത്തു. പെൻഷൻ വാങ്ങുമ്പോൾ തെളിയുന്ന പുഞ്ചിരി മുഖത്ത്. പത്തര മാറ്റ്. 25,000 അധികമാണ്. മക്കളോട് അയാൾ ഒതുക്കത്തിൽ പറഞ്ഞു. അമ്മയുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരധികവുമില്ല. മെഡിക്കൽ കോളേജിനെന്നും പറഞ്ഞു വാങ്ങുന്ന ശവം നിങ്ങൾ ഫീസാക്കി വിൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇത്രയും കാലം കാത്ത ശരീരത്തെ ഒന്നുകൂടി കണ്ടു തൊഴുതു പക്ഷി മറ്റൊരിടം തേടി പറന്നു. കടാത്തി ഷാജിയുടെ ഭയം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള മരണാനന്തരം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.